ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് മെല്ലിറ്റസ് ആണ്. ടൈപ്പ് 2 ഡയബറ്റീസ് മെല്ലിറ്റസിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് മെറ്റ്ഫോർമിൻ ആണ്. ഈ മെറ്റ്ഫോർമിൻ ഒരു പ്രശ്നമുണ്ട്, നോട്ട് സേഫ് ഇൻ റീനൽ ഓർ കിഡ്നി ഫെയിലിയറിൽ. ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ടൈപ്പ് 2 ഡയബറ്റീസ് മെല്ലിറ്റസ് വിത്ത് നെഫ്രോപ്പതി ആണെങ്കിൽ ലീനാഗ്ലിപ്റ്റിനോ മെറ്റ്ഗ്ലിപ്രിസൈഡോ തയസോളിഡിൻ ഡയോൺസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ടോൾബുട്ടമൈഡൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ മെറ്റബോളൈസ് ചെയ്യുന്നത് ലിവർ വഴിയാണ്. മെറ്റ്ഫോർമിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് അഫക്ട്സ് കിഡ്നി, കോസസ് ലാക്റ്റിക് അസിഡോസിസ്, B12 ഡെഫിഷ്യൻസി ഉണ്ടാക്കും. B12 ഡെഫിഷ്യൻസിയാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയക്ക് കാരണം. അപ്പോൾ M ഫോർ M, മെറ്റ്ഫോർമിൻ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. അടുത്ത് നോക്കുന്നത് ഡയബറ്റീസ് ഡ്രഗ്സിൽ വെയിറ്റ് ഗെയിൻ ഡ്രഗ്സ് ഉണ്ട്, വെയിറ്റ് ലോസ് ഡ്രഗ്സ് ഉണ്ട്. ഈ വെയിറ്റ് ഗെയിൻ ഡ്രഗ്സ് ഇൻസുലിൻ ഒന്നുണ്ട്, പിന്നെ സൾഫണൈൽ യൂറിയ, ഗ്ലിമിപ്രൈഡൊക്കെ, പിന്നെ മെഗ്ലിറ്റിനൈഡ്സും വെയിറ്റ് ഗെയിൻ ചെയ്യും. വെയിറ്റ് ലോസ് ഡ്രഗ്സ് ആണ് റീസെൻ്റ്ലി എന്താ പറയുക വളരെ പോപ്പുലാരിറ്റി നേടിക്കൊണ്ടിരിക്കുന്ന മെഡിസിൻസ് ആണ് GLP-1 അഗണിസ്റ്റ്. അതിൻ്റെ പല ഡിഫറെൻറ്റ് വേർഷൻസും. സെമാഗ്ലിറ്റൈഡ് ആയിരുന്നു നമുക്ക് ഓറലി അവൈലബിൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇഞ്ചെക്ഷൻസ് ആയിട്ടുള്ള ഒസെംപിക് ഇന്ത്യൻ മാർക്കറ്റിൽ അപ്രൂവ് ആയി റീസെൻ്റ്ലി. വെയിറ്റ് ലോസ് ഡ്രഗ്സ് മെറ്റ്ഫോർമിൻ ഉണ്ട്, GLP-1 അഗണിസ്റ്റ് ഉണ്ട്, SGLT2 ഇൻഹിബിറ്റേഴ്സ്. SGLT2 ഇൻഹിബിറ്റേഴ്സിൻ്റെ പ്രത്യേകത അവരുടെ എൻഡിങ് ഗ്ലിപ്ലോസിനായിരിക്കും എന്നായിരിക്കും. റിമെമ്പർ, ഓൾ ഡ്രഗ് എൻഡിങ് വിത്ത് ഐറ്റ് കേസസ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് ഓർത്ത് വെക്കാം. അലോങ് വിത്ത് ഇൻസുലിനും ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കും. എല്ലാ ഡ്രഗ് എൻഡിങ് വിത്ത് ഐറ്റ്, IDE, ഓക്കെ, അതായത് സൾഫണൽ യൂറിയൽസിൽ ഗ്ലിമിപ്രൈഡ്, മെഗ്ലിറ്റിനൈഡ്സ്, ഇൻസുലിൻ ഒക്കെ ഇത് കുറയ്ക്കും. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നത് തയസോളിഡിൻ ഡയോൺസ് ആണ്. എൻഡിങ് വിത്ത് സോൺ ആയിരിക്കും, പിയോഗ്ലിറ്റസോൺ. ഇത് ആക്ച്വലി കോസസ് ബ്ലാഡർ ക്യാൻസർ കോസ് ചെയ്യാൻ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഡ്രഗാണ്.